ഹലോ, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയറിന് എടുത്ത വീഡിയോ ആണ്. പനി പിടിച്ച് കിടക്കുമായിരുന്നു. ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് വന്നിട്ട് കിടന്നപ്പോൾ 11:30 കഴിഞ്ഞപ്പോൾ മിന്നൂസ് ഒന്ന് വിളിച്ചു. ഉമ്മയും സമയമാവുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എണ്ണീറ്റ് വന്നപ്പോൾ അപ്പുറത്തൊക്കെ പടക്കം പൊട്ടിക്കാൻ തുടങ്ങി. നമുക്ക് 12 മണിക്ക് പൊട്ടിക്കാതെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഏകദേശം സമയമാവാറായി. അവിടെ നിൽക്കാൻ പോലും മേലായിരുന്നു. അപ്പോഴത്തേനും നമ്മുടെ പടക്കമൊക്കെ എടുത്തു വെച്ചു. മിന്നൂസും തക്കും എല്ലാവരും എടുത്തു വെച്ചത്. അതിനിടയ്ക്ക് കേക്ക് വന്നായിരുന്നു. കേക്ക് മേടിച്ച് വെച്ചു. കേക്ക് വരുന്നൊന്നും വീഴെടുത്തില്ല, ചുരുണ്ടുകൂടി കിടക്കുമായിരുന്നു. അങ്ങനെ പടക്കമൊക്കെ എടുത്ത് മിന്നൂസ് പടക്കം പൊട്ടിയതില്ല. അപ്പോൾ അവൾക്ക് ഇട്ടാപ്പൊട്ടിയാണ് മേടിച്ചത്. അവൾ ഇട്ടാപ്പൊട്ടിയൊക്കെ എടുത്തു വെച്ചു. പിന്നെ സമയം ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഇട്ടാപ്പൊട്ടി പൊട്ടിക്കാൻ തുടങ്ങി കേട്ടോ. മിന്നൂസ് ആദ്യത്തെ ഉൾക്കാടിന് ഇട്ടാപ്പൊട്ടിയായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജിൽ കേക്ക് ഇരിപ്പുണ്ടായിരുന്നു. കേക്ക് എടുത്ത് തപ്പിയിട്ട് കൊടുത്തു. ഇപ്പോഴും പനി മാറിയിട്ടില്ല. 2 ദിവസം കൊണ്ട് റെക്കോർഡ് ചെയ്യാൻ വെച്ചേക്കായിരുന്നു. അങ്ങനെ തക്കുവിൻ്റെ കൊടുത്തു. തക്കു അങ്ങനെ കൊണ്ടിട്ട് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അപ്പുറത്തുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. ന്യൂ ഇയർ അടിച്ച് വിളിക്കാൻ നോക്കിയതാണ്, പക്ഷെ പനി പിടിച്ച്. അങ്ങനെ ന്യൂ ഇയർ എൻ്റെ 2024 അവസാനം ഇങ്ങനെ ആയിപ്പോയി. എല്ലാവരും വീടിന് തുടങ്ങിയത് ഇങ്ങനെ ആയിപ്പോയി കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുള്ളായിരുന്നു, ഇഷ്ടപ്പെട്ട മോഡലിൽ തന്നെ ഒരു കേക്കാണ് പറഞ്ഞത്. അപ്പോൾ കേക്ക് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഇവിടെ നിന്ന് മീൻകറി വെക്കുന്ന കാര്യമൊക്കെ പഴങ്കഞ്ഞും തലേന്നത്തെ മീൻകറിയൊക്കെ നല്ല ടേസ്റ്റാണെന്നൊക്കെ ആയിട്ടോ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ കേക്കൊക്കെ മുറിച്ച് പടക്കമൊക്കെ പൊട്ടിക്കാൻ തുടങ്ങി. എല്ലാ പ്രാവശ്യം ഞാനാണ് പൊട്ടിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇപ്രാവശ്യം ഞാൻ ജസ്റ്റ് മാറി ഇന്ന് വീഡിയോ എടുത്തേ ഉള്ളൂ കേട്ടോ. ഇപ്പം തന്നെ മേലെ 2-3 ദിവസമായി. എന്നിട്ട് ഞാൻ മുടി പൊതിച്ചെന്നെ കിടക്കുകയാണ്. ഇതെല്ലാം പൊട്ടിച്ചു തുടങ്ങിയപ്പോൾ നമ്മുടെ മിന്നൂസിന് ഇട്ടാപ്പൊട്ടി അങ്ങ് തീർന്നു. ഞാനത് 2 ഇട്ടാപ്പൊട്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. മിന്നൂസ് എൻ്റെ ബാക്കിൽ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, കരയാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ മിന്നൂസിൻ്റെ അടുത്ത് പറഞ്ഞു, ബാഗിൽ ഇരിപ്പുണ്ട്, മിന്നൂസ് ഇപ്പോൾ എടുത്തോളം പറഞ്ഞത് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ വന്ന് മത്താപ്പും പൂത്തിരിയും ചക്കറും എല്ലാം കത്തിക്കാൻ തുടങ്ങി. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. 12 മണിയല്ലേ, ഡിസംബർ മാസമല്ലേ. ഞാൻ ഈ സൈഡിൽ കൂടെ ഇന്ന് കിടുങ്ങി നിൽക്കുമായിരുന്നു. എൻ്റെ ന്യൂ ഇയർ ഇങ്ങനെ ആഘോഷിക്കാൻ പറ്റാതെ പോയാലും ഞാൻ ഇവരുടെ കൂട്ടത്തിൽ തന്നെ ആഘോഷിച്ചു. പെട്ടെന്നായിരുന്നു പനി പിടിച്ചത് കേട്ടോ. അതുകൊണ്ടായിപ്പോയി. ഇപ്പോഴും പനി വിട്ടിട്ടില്ല. വോയിസ് എല്ലാം അടഞ്ഞു തന്നെ ഇരിക്കുന്നത്. കണ്ടിന്യൂസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാ പ്രാവശ്യവും ന്യൂ ഇയറിനെ ഇങ്ങനെ ആഘോഷിക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എറണാകുളം പോയിക്കുമായിരുന്നു തക്കുവിനെ വാവയും വിളിക്കാൻ വേണ്ടി. കറക്റ്റ് 12 മണിയായപ്പം ഞങ്ങൾ വീട്ടിലെത്തിയായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്ന് കയറിയപ്പോൾ തന്നെ പടക്കം പൊട്ടിച്ചു, കേക്ക് മുറിച്ചായിരുന്നു. വരുന്ന വഴിയായിരുന്നല്ല മേടിച്ചുകൊണ്ട് വന്നത്. ഇത്തവണ നേരത്തെ എല്ലാം മേടിച്ചു. ഉച്ചയായപ്പോൾ പനിയുടെ കൂട് കൊണ്ടപ്പോൾ തന്നെ പൊട്ടാസും പടക്കമൊക്കെ മേടിച്ച് വെച്ചായിരുന്നു. പിന്നെ തക്കു പോയി മേടിച്ചായിരുന്നു വൈകിട്ട്. തക്കു അപ്പൂടെ പോയി മേടിച്ചത്. അങ്ങനെ ന്യൂ ഇയർ ഇങ്ങനെ ആഘോഷിക്കുക കേട്ടോ. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്തിട്ടോ. എല്ലാവരും ഇങ്ങനെ പ്രതീക്ഷയില്ല ഇങ്ങനെ ആവുമെന്ന്. എല്ലാവരും നല്ലപോലെ അടിച്ച് പൊളിക്കുമായിരുന്നു. പിള്ളേർ സെറ്റല്ലേ, ഭയങ്കര ഹാപ്പി അല്ലേ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കൂനും മിന്നാക്കും സ്കൂൾ തുറക്കുകയാണ് 1-ാം തീയതി. ഇവർക്ക് മറ്റവർക്കൊക്കെ തുറന്നായിരുന്നു. പൂത്തിരി ഇടുന്നത് പറഞ്ഞാൽ ഞാനും കത്തിച്ചു കേട്ടോ. ഞാനും പറഞ്ഞാൽ കത്തിച്ചിലും മോശമല്ലേ. അങ്ങനെ ഞാനും ഒരു പൂത്തിരിയൊക്കെ കത്തിച്ചു കൈ പിടിച്ചുകൊണ്ടിരുന്നായിരുന്നു.
വാവയെ വീഡിയോ കോൾ വിളിക്കാൻ പറഞ്ഞ വാവയില്ലല്ലോ, വാവയും തക്കുനും ഉമ്മയും പുറത്തല്ലേ, അപ്പം അവരെ വീഡിയോ കോൾ വിളിക്കാനാണ് പറഞ്ഞത്. അങ്ങനെ അവരെ ലൈവ് വീഡിയോ കോൾ വിളിച്ചായിരുന്നു. അങ്ങനെ അവരും വിളിച്ചു. ഇടയ്ക്ക് മിന്നയുടെ വാപ്പയും വിളിച്ചായിരുന്നു. എല്ലാവരും വിളിച്ച് വീഡിയോയിൽ കാണിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും 12 മണിക്ക് മുമ്പ് പൊട്ടിച്ചേർന്നു കേട്ടോ. ഞങ്ങൾ 12 മണി തൊട്ടൊരു 12:30 വരെയെങ്കിലും പടക്കം പൊട്ടിക്കുന്നുണ്ടായിരുന്നു. മൂക്കൊക്കെ അടച്ചിരിക്കുന്നുണ്ട്. വോയിസ് റെക്കോർഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. പനിയുടെ അല്ലേ നല്ല. കഴിഞ്ഞ് എല്ലാവരും ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ചായിരുന്നു. എല്ലാവരും വീട്ടിൽ പോകാൻ വേണ്ടി എല്ലാവരും റെഡിയായി. എല്ലാവരും ഒരു ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞ് പിരിയാൻ വേണ്ടി നിൽക്കുകയാണ്. സമയം 1 മണി അടുപ്പിച്ചായി. എല്ലാവരും ഡാൻസൊക്കെ കളിച്ച് ഇപ്പോൾ എൻജോയ് ചെയ്തു. അപ്പോൾ നമുക്ക് നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും നല്ലൊരു ക്രിയേഷൻ ചെയ്യുന്നു. മുന്നേ ഉറക്കം വന്ന് എൻ്റെ തുണിയിട്ട് ചാടി കയറി കേട്ടോ. അപ്പോൾ ഓക്കെ.